മാത്രം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഡൽഹി ആർക്കൊപ്പമാണ് എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തും നടക്കാം, എന്തും സംഭവിക്കാം. ആം ആദ്മി തിരിച്ച് ഭരണം നിലനിർത്തുമോ, അല്ലെങ്കിൽ അട്ടിമറി വിജയത്തോടെ BJP അധികാരത്തിൽ വരുമോ, അല്ലെങ്കിൽ കറുത്ത കുതിരയായി കോൺഗ്രസ് മുന്നേറി വരുമോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിലെ വോട്ടർമാരടക്കം, അല്ലെങ്കിൽ പ്രധാനമായും രാജ്യത്തെ ജനങ്ങളടക്കം നോക്കുന്നത്. എന്തായാലും നമ്മളൊരു അന്തർദേശീയ വാർത്തയിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്ക കാനഡയ്ക്കും ചൈനയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു നടപടിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ട്രംപിന്റെ തീരുമാനത്തെ പ്രതിരോധിക്കുമെന്ന് ചൈന വ്യക്തമാക്കി. ഒപ്പം ലോക വ്യാപാര സംഘടനയിൽ വിഷയം ഉന്നയിക്കുമെന്നും വ്യക്തമാക്കി. US-ന്റെ 51ാമത് സംസ്ഥാനമായാൽ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് കാനഡയെ ഒഴിവാക്കാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തു. അമേരിക്ക ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി ചുങ്കത്തിന് ബദലായി കാനഡയുടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആഹ്വാനം ചെയ്തു. മെക്സിക്കോയ്ക്ക് ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷൈൻബൂം നിഷേധിച്ചു. US താരിഫ് ഏർപ്പെടുത്തിയ നീക്കത്തെ പ്രതിരോധിക്കുമെന്നും ക്ലോഡിയ വ്യക്തമാക്കി. അമേരിക്ക കാനഡയ്ക്ക് ഇത്തരത്തിലൊരു ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ കാനഡ തിരിച്ചും ആ ഒരു ഇറക്കുമതി ചുങ്കം തന്നെ അതേ രീതിയിൽ, അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. മെക്സിക്കോയും ആ ഒരു നടപടിക്ക് ഒരുങ്ങാൻ തുടങ്ങുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ചൈനയും ഇതിനോടൊപ്പം തന്നെ ആഞ്ഞടിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ലോകരാജ്യങ്ങളും, അല്ലെങ്കിൽ പ്രധാനമായും നമ്മൾ കേട്ട് പരിചിതമായ ലോകരാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ചൈനയടക്കം വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതി നൽകും, അല്ലെങ്കിൽ വ്യവസായവുമായി, വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കുറേ നിയമങ്ങളിൽ ആ നിയമങ്ങളുടെ ഒരു ലംഘനമാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന് തന്നെയാണ് ചൈനയടക്കം പ്രതികരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു